പക്ഷേ ആ പുഞ്ചിരിമട്ടത്ത് തിരച്ചിൽ തുടരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ആദ്യം വന്ന സമയത്ത് ബന്ധുക്കളൊന്നും തേടി വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്. പക്ഷേ തിരച്ചിൽ നടത്തി അതിൽ കാര്യമായ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു ഫലം ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. ശരീരാവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇനി ബാക്കി ശേഷിക്കുന്നതോ ഒന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ കാണാൻ വന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ദുരന്തം കഴിഞ്ഞ് 13ാമത്തെ ദിവസം നഷ്ടപ്പെട്ട ഉറ്റവരെയും ഉടയവരൊക്കെ നമുക്ക് തിരിച്ചു കിട്ടി. അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. പക്ഷേ എത്രയോ വർഷം പ്രവാസ ജീവിതത്തിലായിരുന്ന് ഇവിടെ വന്ന് ഒരു ടാക്സി ഓടിച്ച് ജീവിക്കുകയായിരുന്നു. അതുകൊണ്ടുണ്ടാക്കിയ ഒരു വീട്, ഈ ദൃശ്യം ഒന്ന് കണ്ടു നോക്കൂ. ഇതിപ്പോൾ ഒരു വീടാണെന്ന് തോന്നുന്നുണ്ടോ? ഒരു വീടിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ടോ? ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്. നൗഷാദ് എന്നാണ് അദ്ദേഹത്തെ അവിടെ കാണാൻ പറ്റും. നൗഷാദക്കയിലേക്കാണ് ഞാൻ പോകുന്നത്. അത്രകാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു വീടാണ്. ഈ വീടിൻ്റെ എന്തായിരുന്നു, എവിടെയായിരുന്നു, മുക്കും മൂലയും പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നൗഷാദ് ഇപ്പോഴാണോ ഈ വീട് നോക്കി ഇപ്പോഴാണോ വന്നത് ഇങ്ങോട്ട്? അന്ന് പോയതിന്റെ ശേഷം എന്നാ വരുന്നത്? അന്ന് പോയതാ, പിന്നെ ഇങ്ങോട്ട് വന്നില്ല. വരാൻ തോന്നുന്നില്ല. ഇപ്പൊ ഇന്ന് വന്നതാ. അതായത് അന്ന് നമ്മളെല്ലാവരും രക്ഷപ്പെടാൻ പറ്റിയെന്നുള്ള രാത്രി ഞങ്ങൾ ഒരു 10 മണിയാകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയി. ഇപ്പോൾ മഴ കൂടിയപ്പോൾ എൻ്റെ ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോയി, ചൂരൽമല. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഇതൊക്കെ വീട് തന്നെ. ഇത് ഇവിടുന്ന് ഇത്രയും ഒരു 1200 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് ഏകദേശം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തിൻ്റെ പിന്നെ ലോണെല്ലാം എടുത്ത്, പിന്നെ ഗൾഫിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു, എല്ലാം കൂടി കൂട്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ തറ പോലും ഇല്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ഉമ്മാൻ്റെ കുറച്ച് തുണികൾ കിട്ടി. അതായത് തുണി, നിസ്കാര തുണി കിട്ടി. പിന്നെ എൻ്റെ കുറച്ച് തുണികളും ഒരു സെൽഫും കാര്യങ്ങളൊക്കെ കിട്ടി. ഇത് ഉമ്മാൻ്റെ നിസ്കരിക്കുന്ന തുണിയാണ്. പിന്നെ നിസ്കാര കുപ്പായം, അതിപ്പോൾ വണ്ടിൻ്റെ അവിടുന്ന് കിട്ടിയതാണ്. പിന്നെ കുറച്ച് ബാങ്കിൻ്റെ പാസ്ബുക്കും ഇതൊക്കെ കിട്ടി. ഇത് നമ്മുടെ വീട്ടിലാണോ? അല്ല, ഇത് നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു കുട്ടീൻ്റെ ആണ് ഇത്. പിന്നെ അത് ഉമ്മാൻ്റെ ഇതിൽ വെച്ചതാ. അത് അങ്ങനെ ഉമ്മാൻ്റെ ഒരു സെൽഫ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് അതൊക്കെ. അവിടെ പ്രാർത്ഥിക്കാൻ ചൊല്ലിക്കൊണ്ടിരുന്ന അല്ലേ, നിസ്കരിക്കാൻ ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു മാല കാര്യങ്ങളൊക്കെ അവിടുന്ന് കിട്ടി. ഇനിയിപ്പോൾ ഞങ്ങളെ കുറച്ച് ഡോക്യുമെന്റ്സ് കിട്ടാണ്ട്, അപ്പോൾ അത് തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അത് ഇവിടെയൊക്കെ കണ്ടില്ല, ആ വെള്ള തുണി കണ്ടില്ലേ, അത് എൻ്റെ റൂമിൻ്റെ സൈഡാണത്. അപ്പോൾ അതെല്ലാം പറ്റപ്പോയി. ഇനിയിപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഇവിടെ നിന്നൊന്നും തിരയാനൊന്നും കിട്ടാനൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞല്ലോ, നമ്മൾ അന്ന് നമുക്ക് ഉരുൾ പൊട്ടും എന്നുള്ള എന്തെങ്കിലും കുറച്ചൊക്കെ പറയുന്നത് കേട്ടു. ഞങ്ങൾ പൊട്ടുന്നു വിചാരിച്ചാലും ഇത്ര ഇതായിട്ട് വിചാരിച്ചില്ല. ഇതെന്താ വെച്ചാൽ ഈ ഒരു പാറ ഉണ്ടായതുകൊണ്ട് അവിടുന്ന് വന്ന വെള്ളം ഈ പാറയിൽ അടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞതാണ്. ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മൊത്തത്തിലെടുത്തിട്ട് പോയത്. ഈ പാറ ഇല്ലായിരുന്നെങ്കിൽ നേരെ അങ്ങനെ പോവായിരുന്നു. നമ്മൾ ഇങ്ങനെ ഇത്രയും ഇങ്ങോട്ട് വരുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ഇത്രയും വീതിയിലെ സ്ഥലമല്ലേ, പൊട്ടിപ്പോവാറുണ്ട്. പക്ഷെ ഇത്രയും ദൂരത്തിൽ ഇത്രയും വീതിയിലൊന്നും നമുക്ക് ഒരിക്കലും ഇതുവരെ വന്നിട്ടില്ല ഇത്ര കാലമായിട്ട്. ചെറിയ രീതിയിലൊക്കെ പോയി. ഇതിൻ്റെ പുറകിലൊരു 2 നില വീടുണ്ടായിരുന്നു, വലിയ വീട്. അതിൻ്റെയും അതേമാതിരി എൻ്റെ മാമൻ്റെ വീടാണ് അവിടെ ഉണ്ടായിരുന്നത്, തൊട്ടപ്പുറയിൽ. അതിൻ്റെ ഒന്നും അവിടെ തറ പോലും ഇല്ല, കണ്ടില്ലേ, കംപ്ലീറ്റ് കല്ലും ഇതൊക്കെ നിറഞ്ഞ് ഫുള്ളായിട്ട് ഇതായിട്ട് കിടക്കുകയാണ്. ഈ വീട് പണിതിട്ട് എത്ര കാലമായിരുന്നു? ഇതിപ്പോൾ 10 വർഷമായി. 10 വർഷമായിട്ട് ഈ വീട് പണിതിട്ട്. പക്ഷെ പുതിയ വീടാണ്. ഇപ്പം എൻ്റെ മോളെ കല്യാണത്തിൻ്റെ സമയത്ത് ഞങ്ങളിപ്പോൾ ഒന്നും കൂടി നന്നാക്കിയിരുന്നു. അപ്പോൾ മോളെ കല്യാണം കഴിഞ്ഞപ്പോൾ 2 വർഷമായിട്ടുള്ളൂ. അതിന് ശേഷം ഞങ്ങൾ വീടൊക്കെ നന്നാക്കിയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഒരു 2 വർഷമായിട്ടുള്ളൂ. അപ്പം അതിൻ്റെ കടങ്ങളൊന്നും ഇതുവരെ വീടിയിട്ട് തന്നെ അല്ല. അപ്പോഴാണ് ഇപ്പോൾ ഇത് വന്നത്. പിന്നെ എന്താ പറയുക, ഇതിനൊന്നും പെറുക്കിയെടുക്കാനൊന്നുമില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ഇത്ര ദിവസമായിട്ട് ഇപ്പോൾ എന്നാണ് വരുന്നത്, വന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടി. പിന്നെ ഡോക്യുമെൻറ്റ്സൊക്കെ ഇനിയിപ്പോൾ അവർ സർക്കാർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആളപായമൊന്നുമില്ല. ഞങ്ങൾ നേരത്തെ ഇവിടുന്ന് ഇറങ്ങിയതുകൊണ്ട്. ക്യാമ്പിലാണോ ഇപ്പോൾ താമസിക്കുന്നത്? മേപ്പാടി ഹൈസ്കൂൾ ക്യാമ്പിൽ, മറ്റേ മേപ്പാടി പഞ്ചായത്തിൻ്റെ അവിടുത്തെ ക്യാമ്പില്ലേ, അവിടെയാണ് താമസം. ഇനി എന്തെന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. പക്ഷെ നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. ഇനി എന്തെന്ന് വെച്ചാൽ എന്നേക്കാൾ ഭയങ്കര വിഷമിച്ച് ആളുകൾ ഒരുപാടുണ്ട്. കാരണം എൻ്റെ ചെറിയമ്മൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇവിടെയാണ് അവർ താമസിച്ചിരുന്നത്, തൊട്ട ബാക്കിൽ. അവരൊക്കെ സേഫ്റ്റി ആയിട്ട് മാറി നിന്നായിരുന്നു. അവരെല്ലാം പോയി. ഇപ്പോൾ ഒരു മോന് മാത്രമേ ഉള്ളൂ. ഹാനിൻ്റെ കാര്യം. അതെൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ, എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനാണ്. പിന്നെ എൻ്റെ അനിയൻ്റെ ഒരു മോളുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങളെ ഫാമിലി ഒരുപാട് ആളുകൾ ഇതായിട്ടുണ്ട്. നമ്മളെ വീട്ടിലുള്ളവർ ഇതില്ലാന്നെങ്കിലും കൂടിയിട്ട് അവരൊക്കെ
പോയിട്ടുണ്ട് കുറേ ആളുകൾ. ഇപ്പോൾ ഹാനിയായിട്ട് ഇന്നലെ പ്രധാനമന്ത്രി വന്നപ്പം അവന് സംസാരിക്കാനൊക്കെ പറ്റിയല്ലോ. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ വരുന്നുണ്ട്, പ്രധാനമന്ത്രി വരുന്നുണ്ട്, പ്രതിപക്ഷ രാഹുൽ ഗാന്ധി വരുന്നുണ്ട്, നമ്മുടെ ഇവിടെ നിന്നുള്ള മുഖ്യമന്ത്രി, അങ്ങനെയുള്ള എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ചേർന്ന് നമുക്കൊരു നല്ല രീതിയിൽ നമുക്കിത് പുനർനിർമ്മിക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട് അല്ലേ? ഓ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി പിന്നെ ഭയങ്കര സപ്പോർട്ടാണ് ഇന്നലെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേമാതിരി നമ്മുടെ പിന്നെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധി ആണെങ്കിലും നമ്മളൊരു കുടുംബം പോലെയാണല്ലോ ഇപ്പോൾ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇനിയിപ്പം നമുക്കൊരു സ്ഥലം തന്ന് നിങ്ങൾ മുണ്ടക്കൈയിലേക്ക് അല്ലെങ്കിൽ ചൂരൽമലയിലേക്ക് പുഞ്ചിരിമട്ടത്തേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഞങ്ങൾക്ക് ആഗ്രഹം ഇവിടെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഡേഞ്ചറാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ മുമ്പ് ഞങ്ങൾക്ക് ഇവിടുന്ന് മാറായിരുന്നു. എങ്ങനെ? ഞങ്ങളെ മുമ്പ് തലമുറകളൊക്കെ ഇവിടെയാണ് ജനിച്ചു വളർന്ന് ജീവിച്ചത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ മേപ്പാടിക്കോ കൽപ്പറ്റക്കോ പണ്ട് മാറായിരുന്നു. പക്ഷെ ഞങ്ങൾ അന്നും ചിന്തിച്ചെന്താ വെച്ചാൽ നമുക്ക് ജീവിക്കുകയാണ് ഒരു സ്ഥലത്ത് ജീവിക്കാം, മരിക്കുകയാണ് ഒരു സ്ഥലത്ത് മരിക്കാം. ചേട്ടാ എനിക്കറിയാം, പക്ഷെ നമ്മൾ എല്ലാവരും ഉണ്ട് കൂടെ. അല്ലെങ്കിൽ ഇത്രയും ആളുകൾ വന്ന് നമുക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുമ്പോൾ, ഞാനൊരു വയനാട്ടുകാരിയാണ്. അപ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ. എല്ലാ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച ആളെയൊക്കെ തേടി പിടിച്ച് ഫോൺ കോളുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇതാണ് നൗഷാദ്ക്കൊക്കെ പറയാനുള്ളത്. ഇനിയും അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ടല്ലോ, ഞാൻ ഇനി കൂടുതൽ ചോദിക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ് അനുശ്വര, അദ്ദേഹം ഞങ്ങൾക്ക് ഇതേമാതിരി തന്നെ വേറെ സ്ഥലത്തെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിർത്താനൊരു സംവിധാനം കണ്ടാൽ മതി. ഇപ്പം എല്ലാ ആളുകളുണ്ടല്ലോ, മരണപ്പെട്ടവരല്ലാത്ത ബാക്കിയുള്ള ആളുകളെ അവരെല്ലാം ഒരുമിച്ച് നിർത്താനുള്ള ഒരു സംവിധാനം കണ്ടാൽ ഭയങ്കര സന്തോഷമായി. എന്തായാലും ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് തന്നെ കൈവിട്ടു പോകുന്ന കാര്യങ്ങളല്ലല്ലോ. പക്ഷേ നൗഷാദ്ക്കാടെ വീട് തേടി വന്നതാണ്. അവിടെ ഉമ്മാടെ നിസ്കാരക്കുപ്പായമുണ്ട്. എൻ്റെ കയ്യിൽ ശ്രീധർ മെമ്മോറിയൽ മെഡിക്കൽ സെൻറ്ററിലെ ഒരു കാർഡുണ്ട്. അതിൽ ഒരാളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അതിൻ്റെ പുറകിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ഇനി ഏത് ഡോക്ടറെ കാണാൻ വരുമ്പോഴും ഈ കാർഡ് അല്ലെങ്കിൽ ഈ നമ്പർ കൊണ്ടുവരേണ്ടതാണെന്ന്. പക്ഷേ ഈ കാർഡുമായിട്ട് ഇനി പോകാൻ ആളുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. അങ്ങനത്തെ കാഴ്ചകൾ പലതും ഉണ്ട് ഇവിടെ. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന് കാണാൻ പറ്റില്ലാത്ത, നമുക്ക് കണ്ട് നിൽക്കാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണ്. മരവിച്ചു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം അവരെയൊക്കെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ന് നടക്കുന്ന 13ാമത്തെ ദിവസത്തെ ഈ ദൗത്യത്തിൽ നമ്മളെല്ലാവരും ചെയ്യുന്നത്. നൗഷാദ് ഖാനെ പോലെയുള്ള ആളുകൾക്കൊക്കെ നമ്മൾ കൈത്താങ്ങാകുമെന്നുള്ളത് ഉറപ്പാണ്. അക്ഷയ, അനശ്വര, ആ ദൃശ്യങ്ങളിൽ, അതായത് നൗഷാദ് ഖാൻ്റെ വീട് നമ്മൾ കണ്ടു. ആ വീട് എന്ന് പറയാനാവില്ല, നാമവിശേഷമായൊരു വസ്തു. അതിന് തൊട്ടു പിന്നിലൊരു വീടുണ്ട്. ആ വീട്ടിലൊന്നും പറ്റിയിരുന്നില്ല അല്ലേ? ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാമോ? ഞാനൊന്ന് ചോദിച്ചു നോക്കാം. ഈ തൊട്ടു പുറകിലുള്ള വീട് അല്ലേ? നൗഷാദ്, ഈ നേരെ പുറകിലായിട്ട് വീടാണ്. ഉണ്ണികൃഷ്ണൻ എന്ന് പറയും. ഈ വീടിന്റെ ഇവിടെ എൻ്റെ അതിര്, ഞങ്ങളെ അതിര് ഇതിന്റെ സെൻട്രലാണ്. ഇത് രണ്ടിന്റെ, ഈ വീടിന്റെ ആ വീടിന്റെയും സെൻട്രലായിട്ട് വരും ഞങ്ങളെ അതിര്. അതിനകത്തൊരു കിണറുണ്ട്. ഇത് ഉണ്ണികൃഷ്ണൻ പറഞ്ഞവന്റെ വീടാണ്. ഇതിന് പിറകിൽ ഏതെങ്കിലും വീടുകൾ ഉണ്ടായിരുന്നോ? അവിടെ ഒരു വീടുണ്ടായിരുന്നു, എൻ്റെ മാമന്റെ വീട്. അതാ ആ കാണുന്നില്ലേ, ആ കല്ലുകൂട്ടം. ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടോ എന്നെനിക്ക് വ്യക്തമല്ല. ഈ നമ്മൾ നിൽക്കുന്നതിന്റെ തൊട്ട് പിറകിലായിട്ട് കുറെ കല്ല് കൂടി കിടക്കുന്നുണ്ട്. അത് വീടാണെന്ന് നമുക്കൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ അവിടെയൊക്കെ വീടുകളുണ്ട്. അവിടെ 2 വീടുകളുണ്ടായിരുന്നു. ഇവിടെ എൻ്റെ മാമന്റെ വീട്, അതിന്റെ തൊട്ടപ്പുറത്ത് എൻ്റെ കൂട്ടുകാരൻ ഷറഫുദ്ദീന്റെ വീട്. ഇത് ഉണ്ണികൃഷ്ണന്റെ വീടാ. ഇവരും അന്ന് ഇവിടുന്ന് മാറി താമസിച്ചാണ്. അക്ഷയ ചോദിച്ചത് എനിക്ക് മനസ്സിലായി. അത് കുറച്ചുകൂടി മുൻവശത്താണ്. ആ ഒരു കാര്യം ഞാൻ ആ വീട്ടിലായിരുന്നു ഞാൻ ആദ്യം നിന്നുകൊണ്ടിരുന്നത്. അത് വല്ലാത്തൊരു സങ്കട കഥയാണ് ആ വീട്ടിലുള്ളത്. അവിടെ ഒരു ചിത്രകാരനായ ഒരു പയ്യനുണ്ടായിരുന്നു, വൈഷ്ണവ് എന്ന് പറഞ്ഞിട്ട്. അവൻ വരച്ച ചിത്രങ്ങളൊക്കെ ആ വീടുകളിലുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അതൊക്കെ ദൃശ്യങ്ങളിൽ കാണിച്ചു തരാം. പക്ഷേ ആ ചിത്രകാരനൊന്നില്ല. സർഗപ്രതിഭയായിട്ടൊക്കെ തിരഞ്ഞെടുത്ത മെമൻറ്റോകളൊക്കെ പൊട്ടി വീണ ജനലിൻ്റെ അഴികളിലൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. പക്ഷേ ആ വൈഷ്ണവ് എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവർ ഇരട്ടക്കുട്ടികളായിരുന്നു. വർഷ എന്ന് പറയുന്ന ഒരു മോളുണ്ട്. SSLC പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും വാങ്ങിയതിനൊക്കെ അവിടെ മെമൻറ്റോ ഒക്കെ വെച്ചിട്ടുണ്ട്. അവരെക്കുറിച്ച് അറിയോ? മിസ്സിങ് ഗോപാലേട്ടനും ഭാര്യയും 2 മക്കളും. അവർ 4 പേരും കൂടി എൻ്റെ അപ്പുറത്തെ ഒരു വീടുണ്ട്, സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ആ വീട്ടിലേക്ക് ഒന്ന് പോകാമെന്ന് തോന്നുന്നു. അക്ഷയ,